ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുമ്പോൾ നമ്മുടെ ശ്രീജയും നമ്മുടെ വേദയും കൂടി തുണി നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം ഇങ്ങനെ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. വേദ പറയുന്നുണ്ട്, ഇത് നിങ്ങൾ എന്തൊരു മനുഷ്യനാ, ആ ഡ്രസ്സൊന്ന് അയൺ ചെയ്തെങ്കിലും ഇട്ടുകൊണ്ട് പോയിക്കൂടെ, നിങ്ങൾ പോകുന്നത് ഏതായാലും ഗുണ്ടാപ്പണിക്കാണെന്നറിയാം, എങ്കിലും മനുഷ്യർ കാണില്ലേ, മാഷിൻ്റെ മകനാണെന്നുള്ള ഒരു പറച്ചിലെങ്കിലും ഇല്ലേ, നിങ്ങൾക്ക് ഇത്തിരി വീറും വൃത്തിക്ക് നടന്നൂടെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും വിക്രമിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീയേ നിന്റെ പണി എടുത്താൽ മതി, നീയേ വാഷിംഗ് മെഷീനൊക്കെ കണ്ടുപിടിച്ച ആളല്ലേ, നിനക്ക് കുറെ വേലക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് ഇവിടെ വന്ന് ഈ കല്ലിലിങ്ങനെ തുണി നനയ്ക്കാനാണല്ലോ നിന്റെ വിധി എന്നിങ്ങനെ പറഞ്ഞിട്ട് വേദ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രീജ ഇങ്ങനെ നോക്കുന്നുണ്ട് വിക്രമിന്റെ മുഖത്തേക്ക്. അപ്പോഴേക്കും വിക്രം ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. വിക്രം ഇങ്ങനെ എന്നിട്ട് ഷർട്ടിലേക്ക് നോക്കുകയാണ്. ഈ വേതാളം പറഞ്ഞത് ശരിയാണോ, ഈ ഷർട്ട് ഇനി മാറണോ എന്നിങ്ങനെ പറഞ്ഞിട്ട്, ഏയ് വേണ്ട, ഇനിയിപ്പോൾ അവള് പറഞ്ഞത് അനുസരിച്ചെന്ന് പറഞ്ഞ് അവളുടെ മുമ്പിൽ തല താഴ്ത്താനൊന്നും എന്നെ കൊണ്ട് കിട്ടില്ല എന്ന് പറഞ്ഞിങ്ങനെ വിക്രം ബൈക്കെടുത്തുകൊണ്ട് പോവാൻ തുടങ്ങുമ്പോഴേക്കും മാഷ് വരുന്നുണ്ട് കേട്ടോ. മാഷ് പറമ്പിലെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും മാഷ് ഇങ്ങനെ വിക്രമിനെ നോക്കി പറയുന്നുണ്ട്, നീയൊന്ന് അവിടെ നിന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതേ സമയം കമലാമ്മയാണെങ്കിൽ മാഷിന് കുടിക്കാൻ വെള്ളമായിട്ട് വരുന്നുണ്ട്. ഇതാ മാഷെ വെള്ളം കുടിക്കുന്നു പറയുമ്പോഴേക്കും, എന്താ മാഷെ എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. മാഷ് പറയുന്നുണ്ട്, എനിക്ക് പറയാനുള്ളത് വിക്രമിനോടാണ്. അപ്പോഴേക്കും വേദ ഇങ്ങനെ വിക്രമിനെ നോക്കുന്നുണ്ട്. മാഷ് പറയാണ്, ഇത്രയും നാള് എനിക്ക് നീ കുറിച്ച് അടിപിടി കേസ് മാഷ് പറയുന്നുണ്ട്, ഇത്രയും നാളും നിന്നെക്കുറിച്ച് പെണ്ണ് കേസൊന്നും ഇതുവരെ കേട്ടിട്ടില്ലായിരുന്നു, ഇപ്പോൾ അതും പറയുന്നുണ്ട് നാട്ടുകാർ. നിന്റെ ഉദ്ദേശം എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വിക്രം ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. കമലാമ്മ പറയാൻ തുടങ്ങുന്നുണ്ട്, മാഷേ അതൊക്കെ ആളുകൾ വെറുതെ പറയുന്നതായിരിക്കും എന്ന് പറയുമ്പോഴേക്കും, ഞാൻ വിക്രമിനോടാണ് ചോദിച്ചത്. വിക്രം പറയുന്നുണ്ട്, അച്ഛാ ഞാൻ ഒരിക്കലും വേറൊന്നിനും പോയിട്ടില്ല, അടിപിടിക്ക് പോകുന്നെന്ന് പറയുന്നത് ശരിയാണ്, ഞാൻ ഒരിക്കലും അച്ഛൻ പറയുന്ന രീതിയിലേക്ക് പോകുന്ന ആളല്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും മാഷ് പറയുന്നുണ്ട്, നാട്ടുകാർ പിന്നെ ഓരോന്ന് വെറുതെ പറയുന്നതാണോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും വേദയെ നോക്കിയിട്ട് വിക്രം പറയുന്നുണ്ട്, അത് ഇവള് കയറി വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഞാനൊരു വാശിപ്പുറത്ത് ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയതാണ്, എന്നാൽ അതും പറഞ്ഞ് ഇവളിവിടെ കയറി കൂടിയതാണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും മാഷ് പറയുന്നുണ്ട്, ഞാൻ രാധയെക്കുറിച്ചാണ് പറഞ്ഞത്, നീ രാധയ്ക്ക് വിവാഹം കഴിക്കാമെന്നും അവളെ ഇഷ്ടമാണെന്നും മറ്റും വാക്കുകൊടുത്തെന്നാണല്ലോ, എന്നിട്ട് അവളെ പറ്റിച്ച് നടക്കുകയാണെന്നാണ് ഇപ്പോൾ നാട്ടിലെ സംസാരം. ഇല്ലച്ചാ, ഞാൻ ഒരിക്കലും രാധയോട് അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു ഇഷ്ടമല്ല ഞങ്ങൾ തമ്മിലുള്ളത് എന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിലും കമലാമ്മയും പറയുന്നുണ്ട്, മാഷ് കേൾക്കുന്നില്ലേ, വിക്രമിന് അങ്ങനെ ഒരു ഇഷ്ടമല്ല ഉള്ളത് എന്ന് പറയുമ്പോഴേക്കും മാഷ് ഇങ്ങനെ പുച്ഛത്തോടുകൂടി അകത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മാഷ് ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് വേദയുടെ ചോദിക്കുന്നുണ്ട്, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല മാഷേ, വിക്രം പറഞ്ഞത് തന്നെയാണ് ശരി, എനിക്കൊരിക്കലും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല, വിക്രമിന് രാധയോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് ഇതുവരെ ഞങ്ങൾക്കും തോന്നിയിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഇത് കേട്ടോണ്ട് നന്ദിനി വരുന്നുണ്ട് കേട്ടോ. നന്ദിനി വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അതെ രാധയ്ക്ക് വിക്രം എന്ന് വെച്ചാൽ ജീവനാണ്, വിക്രമിനും അങ്ങനെ തന്നെയാണെന്നിങ്ങനെ പറയുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, അല്ലച്ച ഞങ്ങൾ തമ്മിൽ ഒരിക്കലും അങ്ങനെ ഒരു ഇഷ്ടമില്ല, പിന്നെന്തിനാ നീ എപ്പോഴും അവളുടെ പുറകെ നടക്കുന്നതും അവളുടെ പ്രശ്നങ്ങൾ ഇടപെടുന്നതും, എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ മാഷ്. വിക്രം പറയുന്നുണ്ട്, അല്ലച്ച കുഞ്ഞിലെ തൊട്ടേ ഞങ്ങൾ തമ്മിലുള്ള കൂട്ട് അച്ഛനറിയാവുന്നതല്ലേ, അവൾക്ക് പിന്നെ ആരാ അവളുടെ കാര്യങ്ങൾക്കൊക്കെ ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ അവളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത്, അവളൊരു പാവമാണച്ച എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് ഇങ്ങനെ വേദയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി നന്ദിനീനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മാഷ് പറയുന്നുണ്ട്, അതെ എനിക്ക് ഇന്ന് രണ്ടിലൊന്ന് തീരുമാനം അറിയണം, ഒന്നെങ്കിൽ നീ ഇവളുടെ കഴുത്തിലെ താലി പൊട്ടിച്ച് അവളെ വീട്ടിൽ കൊണ്ടാക്കണം, അല്ലെങ്കിൽ ഇവളെ നീ ഭാര്യയായി അംഗീകരിച്ച് കൂടെ കൂട്ടണം. ഇത് ഇനി രാധയുമായിട്ട് ആവശ്യമില്ലാത്തത് നാട്ടുകാർ പറഞ്ഞു നടക്കുന്നത് കേൾക്കാൻ എനിക്കിനി കഴിയില്ല, എന്തോരം വെച്ച മനുഷ്യൻ നാട്ടുകാരുടെ വായിൽ നിന്ന് കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് കേട്ട് കേട്ട് മടുത്തു,
ഇതിലൊരു തീരുമാനം ഇന്ന് എനിക്കറിയണമെന്ന് പറഞ്ഞിട്ട് മാഷ് ദേഷ്യത്തോടു കൂടി അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് നന്ദിനിക്ക് ഇങ്ങനെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. നന്ദിനി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. വിക്രം ഇത് കേട്ട് തിരിഞ്ഞവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴേക്കും ശ്രീജി ചോദിക്കുന്നുണ്ട്, എന്താ നന്ദിനി ഇത്ര ചിരിക്കാനായിട്ട്? അതെ, എനിക്ക് ഒരുപാട് സന്തോഷമായി ഏട്ടത്തി. ഇന്ന് ഇതിനൊരു തീരുമാനവും. ഇന്ന് ഇവിടുന്ന് കെട്ടും പാട്ടോ ഒക്കെ പിറക്കി പോവുമല്ലോ എന്നോർത്തിട്ടാ ചിരിക്കുന്നത്. അതെന്താ നന്ദിനി നീ അങ്ങനെ പറഞ്ഞതെന്ന് ശ്രീജ ചോദിക്കുമ്പോഴേക്കും നന്ദിനി പറയുന്നുണ്ട്, അതെ ശ്രീജേട്ടത്തി, എന്തായാലും വിക്രം ഇന്ന് ഇവളുടെ താലി വലിച്ചു പൊട്ടിക്കും. ഇവളെ ഭാര്യയായിട്ടൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. എന്തായാലും നീ ഇന്നുകൂടി പാട്ടൊക്കെ പാടി തുള്ളിച്ചാടി തുണി നനച്ചോ. നാളെ ഇനി അതിന് നിനക്ക് കഴിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നന്ദിനിയാണെങ്കിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോഴേക്ക് ശ്രീജ ഇങ്ങനെ വേദയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, മോള് വിഷമിക്കണ്ട, നന്ദിനി അങ്ങനെയൊക്കെയാണെന്ന് അറിയാമല്ലോ. ഇല്ല ഏട്ടത്തി, എനിക്ക് നന്ദിനി ഏട്ടത്തി അറിയാമല്ലോ. എങ്കിലും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ താലിയിൽ പിടിച്ചു നോക്കുകയാണ് കേട്ടോ വേദ. അപ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട്, ഒരിക്കലും വിക്രം അങ്ങനെ ചെയ്യില്ല മോളെ, മോൾ അതോർത്തിട്ട് വിഷമിക്കേണ്ട എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അതേ ഏട്ടത്തി, എൻ്റെയും വിശ്വാസം അത് തന്നെയാണ്. നമ്മുടെ ഭഗവാന്റെ മുമ്പിൽ വെച്ച് കെട്ടിയ ഈ താലി ഒരിക്കലും നമുക്ക് വലിച്ചു പൊട്ടിക്കാൻ കഴിയില്ലല്ലോ ആർക്കും. ഇത് 7 ജന്മങ്ങൾ തമ്മിൽ ഞങ്ങളെ കൂട്ടിയിണക്കിയ ഒരു ചരട് മാത്രമല്ല ഇത് ഭഗവാനെ സാക്ഷി നിർത്തി കെട്ടിയ താലിയാണ് ഏട്ടത്തി എന്നിങ്ങനെ പറഞ്ഞിട്ട് താലിയെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന വേദയെ നോക്കിയിട്ട് ശ്രീജയ്ക്ക് ഒരുപാട് സങ്കടമാവുന്നുണ്ട് കേട്ടോ. പിന്നീടായിട്ട് കാണിക്കുന്നത് വീട്ടിൽ നിന്ന് നേരെ പോയ വിക്രം നേരെ പോകുന്നത് നമ്മുടെ രാധയെ അന്വേഷിച്ചിട്ടാണ് കേട്ടോ. ഓട്ടോ സ്റ്റാൻഡിൽ ചെന്ന് അന്വേഷിക്കുമ്പം രാധ അവിടെ ഇല്ല. അങ്ങനെ രാധ നേരെ വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുന്നുണ്ട്, ആ രാധ ഇങ്ങോട്ടെങ്ങാനും വന്നിരുന്നു, എന്താടാ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, എനിക്ക് അവളോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ഫ്രണ്ട്സ് ചോദിക്കുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട്, ഏയ് ഒന്നുമില്ല, അവളോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇല്ലടാ, ഇന്ന് അവൾ ഇങ്ങോട്ടേക്ക് വന്നേ ഇല്ല. ഡാ നീ പോവുകയാണോ? ആ ഇല്ല, ഞാൻ പിന്നീട് വരാം, എനിക്കിച്ചിരി തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിക്രം വീണ്ടും ബൈക്കും എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. വിക്രം നേരെ ചെല്ലുന്നത് രാധയുടെ വീട്ടിലേക്കാണ്. രാധയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും നമ്മുടെ രാധയുടെ ഓട്ടോ അവിടെ കിടപ്പുണ്ട് കേട്ടോ. അങ്ങനെ വിക്രം രാധയുടെ വീട്ടിൽ ചെന്നിട്ട് ഉറക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ രാധയെന്ന്. വിക്രമിൻ്റെ സൗണ്ട് കേൾക്കുന്നതും രാധ ഇങ്ങനെ ഇറങ്ങി ഓടിപ്പാഞ്ഞു വരുന്നുണ്ട്. വിക്രമല്ലേ, എന്താ വിക്രം, എന്നെ കാണാൻ വന്നതാണോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത്, ഞാൻ നിന്റെ കൊഞ്ചലൊന്നും കാണാൻ വേണ്ടി വന്നതല്ല. നീ എന്തൊക്കെയാ ആളുകളോട് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഞാൻ നിന്നെ കല്യാണം കഴിക്കാമെന്ന് വാക്ക് തന്നോടി. നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും രാധ ഇങ്ങനെ പെട്ടെന്ന് സ്റ്റക്കായി നിൽക്കുകയാണ് കേട്ടോ. എന്താ വിക്രം, അങ്ങനെയല്ലേ? നിനക്കെന്നെ ഇഷ്ടമല്ലേ വിക്രം? നിന്നെ ഇഷ്ടമാണ് എന്നും പറഞ്ഞ് ഞാൻ നിന്നെ വേറൊരു രീതിയിലുള്ള ഇഷ്ടമല്ല, നീ അത് ഉദ്ദേശിക്കുന്ന ഇഷ്ടമല്ല, നീ വെറുതെ കുട്ടിക്കളിക്ക് ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണെന്നും പറഞ്ഞ് ഞാൻ നിന്നെ വെറുതെ വിട്ടതുകൊണ്ടാണോ ഇപ്പോൾ അച്ഛൻ എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു. ഇനി ഒരു തരത്തിൽ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി വന്നതാണ്. നീ ഇനി എന്നെ സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. വിക്രമിൻ്റെ ദേഷ്യത്തിലുള്ള സംസാരം കേട്ടിട്ട് രാധയുടെ അമ്മയും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആൻറ്റി, നിങ്ങൾക്കെങ്കിലും ഇവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൂടെ? ഇനി ഇതെന്തെങ്കിലും ആവർത്തിച്ച നിന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടാൻ വരില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടി വിക്രം അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഇതെല്ലാം കേട്ടിട്ട് രാധ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോള് ഇനി വിക്രമിനെ മറന്നേര്, അത് അവനെ മനസ്സിൽ നിന്ന് കളഞ്ഞേര്, എനിക്കതിന് കഴിയില്ല അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് രാധ ഇങ്ങനെ പൊട്ടിക്കരയാണ്. പിന്നീടായിട്ട് കാണിക്കുന്നത് രാത്രിയായിട്ടുണ്ട്. വിക്രം വീട്ടിലേക്ക് വന്നിട്ട് നേരെ കയറി ചെല്ലുന്നത് തൻ്റെ റൂമിലേക്കാണ് കേട്ടോ. ഇപ്പോൾ റൂമെല്ലാം നോക്കുമ്പോഴേക്കും വേദയാണെങ്കിൽ റൂമെല്ലാം നല്ല വൃത്തിയാക്കി നീറ്റാക്കി ഇട്ടിട്ട് അലന്ന് വാരി കിടന്ന വിക്രമിൻ്റെ ട്രോഫിയൊക്കെ പൊടി തട്ടി തുടച്ച് സർട്ടിഫിക്കറ്റുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഇത് കാണുമ്പോഴേക്കും വിക്രമിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എടി എന്ന് വിളിച്ചിട്ട്, നിന്നോടാരാടി എൻ്റെ റൂമൊക്കെ വൃത്തിയാക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ മനുഷ്യ ഭ്രാന്ത് പിടിച്ചോ? നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് നേടിയ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ ചെതലെടുക്കാൻ തുടങ്ങി. അതൊക്കെ അടുക്കി വെച്ച് എങ്ങനെ
എങ്ങനെ ഈ റൂം കിടന്നത്? ഇത് വൃത്തിയാക്കിയതാണോ നിങ്ങളുടെ കുറ്റം? ഞാൻ ചെയ്ത കുറ്റമെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് വിക്രം പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടാൻ വരരുതെന്ന്. എല്ലാം കൂടി മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കും എന്ന് പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് ആ സർട്ടിഫിക്കറ്റുകളെല്ലാം ഇങ്ങനെ തട്ടിയെറിയാണ് കേട്ടോ വിക്രം. ഈ സൗണ്ട് കേട്ടിട്ട് മാഷും കമലയും കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇങ്ങനെ വിക്രം ദേഷ്യപ്പെട്ടുകൊണ്ട് വേദയെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. വേദ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. മാഷ് പറയുന്നുണ്ട്, കമലെ, നിന്റെ മകനോട് പറയണം രാത്രി സമയത്തും ഈ വീട്ടിലൊരു സമാധാനം തരില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യുക? ഞാൻ രാവിലെ ഒരു കാര്യം പറഞ്ഞതിന് തീരുമാനം ഇന്ന് എടുത്തിരിക്കണം. ഒന്നെങ്കിൽ ഈ കുട്ടിയെ കൊണ്ട് വീട്ടിൽ വിടണം, ഇല്ലെങ്കിൽ നീ ഭാര്യയായി അംഗീകരിക്കണം എന്നിങ്ങനെ മാഷ് പറയുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് കമല പറയുന്നുണ്ട്, എന്താ മാഷേ ഈ പറയുന്നത്? വേദ ഇപ്പോൾ നമ്മുടെ മരുമകളല്ലേ, അവന് ഒരുപാട് മാറ്റമുണ്ട് അവൾ വന്നതിൽ പിന്നെ. ആ കുട്ടി ഇവിടെ നിൽക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും മാഷ് പറയുന്നുണ്ട്, അവരെന്തെങ്കിലും കാണിക്കട്ടെ, കമല ഇങ്ങോട്ട് വരൂ എന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് വിക്രമിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. വിക്രം പറയുന്നുണ്ട്, നീ എന്തിനാടി ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? നിനക്ക് ഇവിടെ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. നീ നിന്റെ വീട്ടിൽ പോയി സന്തോഷമായിട്ട് ജീവിക്ക്. നിനക്ക് നല്ലൊരു ലൈഫുണ്ട്, അത് നശിപ്പിച്ച് കളയല്ലേ, ഒന്ന് ഇറങ്ങിപ്പോടി എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് വേദയാണെങ്കിൽ ഇങ്ങനെ സങ്കടം കടിച്ചമർത്തി ഇങ്ങനെ നിൽക്കുകയാണ്. ഒന്നും പറയാതെ നിൽക്കുന്ന വേദയെ നോക്കിയിട്ട്, എന്താടി നീ മിണ്ടാത്തത്? നിനക്ക് എൻ്റെ ജീവിതത്തിൽ ഇത്രയും സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടും നിനക്ക് സമാധാനമായില്ലേ? ഒന്ന് ഇറങ്ങിപ്പോയി കൂടെ എന്നിങ്ങനെ വിക്രം ചോദിക്കുന്ന കേട്ടിട്ട് വേദ ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയാണ് കേട്ടോ. അപ്പോഴേക്കും ദേഷ്യപ്പെട്ട് ചെന്നിട്ട് വിക്രം വാതിൽ ഇങ്ങനെ ശക്തിയായിട്ട് അടച്ചിട്ട് വിക്രമിൻ്റെ റൂമിലിരിക്കുകയാണ്. ജനൽ തുറന്നു കിടക്കുന്നതിലൂടെ വിക്രം ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോഴേക്കും രാത്രിയിൽ വേദ ഇങ്ങനെ മുറ്റത്ത് നിൽക്കുകയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നമ്മുടെ വിക്രമിന് നല്ല വിഷമമാവുന്നുണ്ട്. എന്നാലും വിക്രം ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ വേദയെ കാണുന്നില്ല. പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിലും വേദയെ അവിടെ എങ്ങും കാണുന്നില്ല കേട്ടോ. അങ്ങനെ വിക്രം പെട്ടെന്ന് ബൈക്ക് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. വേദ ഇങ്ങനെ വഴിയിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. വേദ ഇങ്ങനെ ഒരുപാട് പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോഴേക്കും വിക്രം ബൈക്ക് കൊണ്ട് മുമ്പിൽ ചെന്ന് നിർത്തിയിട്ട് കയറടി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തിനാ വിക്രം, ഞാൻ എല്ലാവർക്കും ഒരു ശല്യമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരികെ പൊക്കോളാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. നിന്നോട് കയറാനല്ലേ പറഞ്ഞത് ഈ പാതിരാത്രിയിൽ എന്നിങ്ങനെ പറഞ്ഞ് വിക്രം ദേഷ്യപ്പെടുമ്പോഴേക്കും വേദ ഇങ്ങനെ ബൈക്കിൽ കയറുന്നുണ്ട്. അങ്ങനെ വേദയെ ബൈക്കിൽ കൊണ്ട് തൻ്റെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ കൊണ്ടുപോയി വളച്ച് നിർത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദ ഇങ്ങനെ ബൈക്കിൽ നിന്ന് ഇറങ്ങി നിന്നിട്ട് വീട്ടിലേക്ക് കയറാൻ മടിക്കുമ്പോഴേക്കും വിക്രം വേദയുടെ കൈ പിടിച്ചിട്ട് കയറി വാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം അകത്ത് നിന്ന് നമ്മുടെ കമലാമ്മയും മാഷും കാണുന്നുണ്ട്. കണ്ടില്ലേ മാഷേ, അവനൊരിക്കലും വേദയില്ലാതെ ജീവിക്കാൻ കഴിയില്ല. രാധയെ അങ്ങനെയൊന്നുമല്ല ഒരിക്കലും അവൻ കണ്ടിട്ടുള്ളതും. പിന്നെ നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞോട്ടെ മാഷേ, അത് അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്നിങ്ങനെ പറയുന്ന വേദയെ തിരിച്ചു കൂട്ടിക്കൊണ്ടു വന്നത് കമലാമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദയെ കൂട്ടിക്കൊണ്ടുപോയി വിക്രം റൂമിലിരുത്തിയിട്ട് പറയുന്നുണ്ട്, നീ ഒന്ന് ചിന്തിച്ചാൽ മതി, നമ്മൾ എങ്ങനെയാ ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ ചേരുവൊന്നു കൂടി എനിക്കറിയില്ല എന്ന് പറയുമ്പോഴേക്കും വേദ ഇങ്ങനെ വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് കേട്ടോ. വിക്രമിന് എന്നോട് ഒരു ഇഷ്ടം പോലും തോന്നുന്നില്ലേ? അതോ രാധയോടുള്ള അതേ ഇഷ്ടമാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വിക്രം ഇങ്ങനെ വേദയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്ന കണ്ടിട്ട് വിക്രമിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല കേട്ടോ. വിക്രം ഇങ്ങനെ വേദയോട് പറയുന്നുണ്ട്, അല്ല വേദ, നിന്റെ ഭാവി ഓർത്തിട്ടാണ് ഞാനിങ്ങനെ പറയുമ്പോഴും വിക്രമിൻ്റെ വാക്കുകൾ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്.